അപ്പോൾ കോട്ടക്കൽ എന്താന്ന് പഠിക്കാൻ വന്നതാണ് ഇന്ന്. ഞാൻ കോട്ടക്കലാണ്. കോട്ടക്കലിനെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ഒരു കോട്ടക് ടെക്നോളജി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അതിൻ്റെ വിശദീകരണം എനിക്ക് തോന്നുന്നു ഖലീലെ ഒന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോട്ടക്കലിലെ പേര് തന്നെ അതാണല്ലോ, കോട്ടക്കലിന്റെ ടെക് ഫെസ്റ്റ്. അതാണ് കോട്ടക്കലിന്റെ ടെക് ഫെസ്റ്റ്. കോട്ടക് അടിപൊളി. ആരെ പേര് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നപ്പോൾ വന്നൊരു പേരാണ്. ഞങ്ങൾ തന്നെ ഒന്ന് ഞാൻ, ഷെഗില്, പിന്നെ ChatGPT മൂന്നാളും കൂടി ഇരുന്നപ്പോൾ നമ്മുടെ ടോപ്പിക് തന്നെ AI ഇനേബിൾഡ് കോട്ടക്കാണ്. പറയൂ, എന്താണ് ഈ കോട്ടക്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ടെക് ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കൊച്ചിയിൽ അല്ലെങ്കിൽ വലിയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്ന ഒരു സാധനം. അപ്പോൾ നമ്മൾ ഇതൊരു സാധാരണ ടെക് ഫെസ്റ്റ് അല്ല. അതാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ടേമാണ്. ഇതൊരു സാധാരണ ടെക് ഫെസ്റ്റ് അല്ല. ഇത് സാധാരണ മനുഷ്യന്മാർക്ക് ഇത് ഈ ടെക്നോളജിയൊക്കെ എവിടേക്കോ കണ്ട് മാത്രം പരിചയമുള്ള, അതിലേക്ക് ഇറങ്ങി ചെല്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ടെക് ഫെസ്റ്റാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സാക്ഷരത അക്ഷയ എന്ന പോലെ AI-യുടെ ഒരു സാക്ഷരത മറ്റൊരു AI അക്ഷയ എന്ന് വിളിച്ചുകൂടെ? എനിക്ക് തീർച്ചയായും മലപ്പുറം വെച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കറക്റ്റ്. അപ്പോൾ നമ്മൾ അടുത്തൊരു റവല്യൂഷൻ, മലപ്പുറം ഇന്ത്യയിൽ ആദ്യമായിട്ട് പുതിയൊരു സ്റ്റെപ്പ് വെക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചതും എൻ്റെ ചാനലിലെ പ്രേക്ഷകരുമായി ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നതും എന്തിൻ്റെ പേരിലാണ്? കേരളത്തിൻ്റെ ആദ്യത്തെ അക്ഷയ യൂണിറ്റ് വന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും പൊട്ടിമുളച്ചതാണത്. ഇന്ന് പല രാജ്യങ്ങളും നമ്മളെ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്നു, മാതൃകയാക്കുന്നുവെങ്കിൽ ഇതാ മറ്റൊരു വലിയൊരു സംരംഭത്തിലേക്ക്, മറ്റൊരു സാങ്കേതിക വിദ്യയിലേക്ക് കൂടെ മലപ്പുറം ജില്ല കാലുവെക്കുന്നു എന്ന ഒരു ഗുഡ് ന്യൂസ്. അതാണ് AI ഇനാബിൾഡ് മലപ്പുറം ജില്ല. എല്ലാവരിലും AI എന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധമായും അറിയാൻ വേണ്ടി ഇതേ കോട്ടക്ക് വരുന്നു. അതാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. അല്ലേ? വളരെ സിമ്പിളി അത് തന്നെയാണ്. സിമ്പിളി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? എന്നാ ഡേറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ. ജൂലൈ 25, 26, 27 3 ദിവസങ്ങളിലാണ്. 2025 ജൂലൈ 25, 26, 27 ഏകദേശം 1.5 മാസം കൂടെ ഉണ്ട്. അപ്പൊ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കോട്ടക് ഫെസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാകും? കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. കോട്ടക്കൽ ചങ്കുവെട്ടിന്റെ ഉള്ളിലുള്ള ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. അപ്പൊ നമ്മള് എൻട്രി ഫീസ് ഉണ്ടോ? 1 രൂപയും മേടിക്കുക, തികച്ചും സൗജന്യമായിട്ട് അവിടെ എൻട്രി. കൂടാതെ നമ്മൾ കോട്ടക്കലിന് വേണ്ടി കുറേ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, നിങ്ങൾ തുടക്കത്തിൽ AI എനാബിൾഡ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ കോട്ടക്കലെ മുഴുവൻ ജനങ്ങളെ AI പഠിപ്പിക്കുക. ഏതെങ്കിലും ഒരു AI ടൂൾ മലപ്പുറം ജില്ലേനെ മുഴുവൻ എന്ന് പറയാൻ ഇപ്പൊ ആയിട്ടില്ല. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് കോട്ടക്കലാണ്. കോട്ടക്ക് കാരണം എന്റെ സ്ഥാപനം നിലകൊള്ളുന്നത് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കോട്ടക്കലാണ്. IT രംഗത്ത് ഒരു ചെറിയൊരു അനക്കം ഉണ്ടാക്കാൻ ഇന്ന് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ അനക്കല്ല, ഇന്ന് കാണുന്ന മുഴുവൻ അനക്കം ഉണ്ടാക്കിയത് ബ്രിഡ്കോ ആണ്. ഒരു തർക്കമില്ല, പ്രത്യേകിച്ച് കോട്ടക്കൽ നമ്മൾ പറയുമ്പോൾ. അതുകൊണ്ട് നല്ലൊരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇത് വിജയിപ്പിക്കാൻ ഒരു സംശയമില്ല. ഞാനും എൻ്റെ ചാനലും എൻ്റെ പ്രേക്ഷകരും ഒന്നടക്കം നമ്മുടെ കൂടെ ഉണ്ട്. കേരളത്തിൽ നിന്ന് എല്ലാ ടെക്നോളജി പ്രേമികളും കോട്ടക്കലെത്തും. അതല്ലേ നമ്മൾ ഉദ്ദേശം? അതാണ് നമ്മളെ തുടക്കങ്ങളിൽ നിന്നാണ്. നമ്മൾ കോട്ടക്കലിലെ ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഹംസ അഞ്ചുമുക്കിൽ നിന്ന വ്യക്തിയിൽ നിന്നും ബ്രിഡ്കോ എന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്ന് 100% വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇരുത്തം, ഇതിൻ്റെ ആദ്യത്തെ ഇരുത്താണ്. നമ്മൾ ഇതുപോലൊരു സാധനം ഇതുവരെ ചെയ്തിട്ടില്ല. ജനങ്ങൾ അറിയേണ്ടത് നിങ്ങളിലൂടെ ആവണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുള്ള എൻ്റെ പ്രേക്ഷകരെ, ഒരുപാട് ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സാധാരണക്കാരും പ്രൊഫഷണൽസും എൻ്റെ ചാനലിൻ്റെ ഉള്ളിലുണ്ട്. അവർക്കൊക്കെ താല്പര്യം ഉണ്ടാകും. അവരുടെ മക്കൾക്കും അവർക്കുമൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ സൗജന്യമായി പങ്കെടുക്കുക എന്ന് കേട്ടു. പിന്നെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട്, അല്ലേ? ട്രെയിനിങ് ഉണ്ട്. അതിനെ പറ്റി ഒന്ന് പറയാം. ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞത് ഇതാണ്, കിസ്മത്ത്. കിസ്മത്ത് വേർഡിന്റെ മീനിങ് ഒക്കെ അറിയാലോ, ഡെസ്റ്റിനി, ഭാഗധേയം, വിധി എന്നൊക്കെ. നമ്മൾ ശരിക്കും സാധനം ഫോം ചെയ്തതിന് ഫുൾ ഫോം ഖായിദെ മില്ലത്ത് ഇന്റർനാഷണൽ സ്കൂൾ ഫോർ മീഡിയ ആൻഡ് ടെക്നോളജി എന്നുള്ള. നമ്മളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസം ഇന്നും പ്രാപ്യമല്ലാത്ത, അല്ലെ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്. കേരളം കണ്ട് ഇതാണ് ഇന്ത്യ എന്ന് വിചാരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഈ പിന്നോക്ക പ്രദേശങ്ങളിലെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല. ഒന്ന്, സ്കൂൾ എന്ന സംവിധാനം അവിടെ ഇല്ല. അവരെ നേരിട്ട് ടെക്നോളജിയിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു കരിക്കുലാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ലേണിംഗ് സെന്റർ നമ്മൾ തുടക്കമായിട്ട് ഡൽഹി, ഗുജറാത്ത് ആഡ് ചെയ്തോട്ടെ. ഈ ചൈനയായത് ഈ തന്ത്രം ഉപയോഗിച്ചാണ്. സ്കൂളിൽ പോകാത്ത ഒരുപാട് മക്കളെ ഇൻഡസ്ട്രിയിലോട്ട് രക്ഷിതാക്കൾ കൈപിടിച്ച് കൊണ്ടുപോയി ഒപ്പമിരുത്തി ചെയ്യടാന്ന് പറഞ്ഞു കുട്ടികളത് ഉണ്ടാക്കിയപ്പോൾ ആ രാജ്യത്തുണ്ടായ വളർച്ച അമേസിങ്. അവരെ
കടത്തൽ കാരണം, അവരുടെ സ്കില്ല് പ്രവർത്തിച്ചത് കാരണം ധാരാളം ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്കുണ്ടാക്കി ആ രാജ്യത്ത് വിറ്റഴിക്കാൻ പറ്റി. അങ്ങനെയാണ് അവർ സ്കൂളിൽ പോയിട്ടല്ല, അവർക്ക് പ്രാക്ടിക്കൽ നോളജ് കൊടുത്തതാണ്. തീർച്ചയായിട്ടും ഒരു നല്ല ഒരു കാഴ്ചപ്പാടാണ് നിങ്ങളാ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ അത് അവിടെ ഈ ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടി അവിടെ തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചു. അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം വേണം. ആ ഒരു ഉദ്ഘാടനമായിട്ടാണ് നമ്മൾ ഈ കോട്ടക്കിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോഴാണ് ടെക്നോളജിയെ കുറിച്ച് ആദ്യം ഇവിടുത്തെ മനുഷ്യന്മാരെ സാധാരണക്കാരത് പഠിപ്പിക്കണം എന്നുള്ള തോന്നലും മുമ്പ് അത് അംസ സാഹിബായിട്ട് സംസാരിച്ചപ്പോഴേ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നമ്മളിപ്പോ കട എടുത്ത് കഴിഞ്ഞു. അത് നിങ്ങളെടുത്ത് HI നമ്മൾ എടുത്തു. അപ്പൊ നമ്മളിപ്പോ ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയില് അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന HI ആണ്. എന്നിട്ടുള്ളൂ അംസ സാറിന്റെ HI നമ്മൾ അവിടെ എടുത്തു കഴിഞ്ഞു. എന്റെ പ്രേക്ഷകർ കുറിച്ച് HI ഹ്യൂമൻ ഇന്റലിജൻസ്. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യണത് ഈ കുട്ടികളെ അവരുടെ ഒരു ഇന്റലിജൻസ് ഉള്ളിലുണ്ടല്ലോ. ഇനി ഏത് സ്കൂളിൽ പോയില്ലെങ്കിലും ഏത് സ്ലമ്മിൽ ജീവിച്ചാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇന്റലിജൻസ് ഉണ്ട്, മനുഷ്യന്റെ തലയിലുണ്ട്. ആ ഇന്റലിജൻസ് അതിന് ഈ സാമ്പ്രദായികമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഈ സ്കൂൾ വിദ്യാഭ്യാസം അതിലൂടെ കൊണ്ടുപോയി ഈ കുട്ടികളെ ഇങ്ങനെ ഡ്രൈ ആക്കുന്നതിന് പകരം പെട്ടെന്ന് ഈ പൊട്ടൻഷ്യൽ എങ്ങനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ അതിന് HI എങ്ങനെ വൈസായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ കേരളത്തിലും മലപ്പുറത്തും ഒക്കെ സ്കൂളിൽ അവർ പോവാതിരിക്കട്ടെ, അത് അവരുടെ പാരന്റ്സ് തീരുമാനിക്കട്ടെ. പക്ഷെ പാരലായി നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസം കൂടെ തീർച്ചയായും നമ്മളിപ്പോഴും ആ രീതി തുടരുന്നു. അരമണിക്കൂർ കൂട്ടിയിട്ടുണ്ട് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സമയം പുതിയതായിട്ട്. അപ്പോൾ അത് കുറച്ചോളും, അത് ലാസ്റ്റ് കുറഞ്ഞ് ലാസ്റ്റ് 1 മണിക്കൂറാക്കും ഒരു ദിവസം. പിന്നെ കംപ്ലീറ്റ് ആണ് സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ നിന്ന് ചെയ്തോളൂ എന്ന് പറയും. പിന്നെ ഓൺലൈനിൽ മതി എന്ന് പറയും. അപ്പൊ ആ സ്കൂളൊക്കെ നമുക്ക് എന്തെങ്കിലും വ്യവസായ ശാലയാക്കി മാറ്റാം, നിർമ്മാണ ശാലയാക്കി മാറ്റാൻ പറ്റും. മാറിയേ പറ്റൂ. ഗവൺമെന്റും മാറും, ജനങ്ങളും മാറും, ലോകം മുഴുവൻ മാറുമ്പോൾ നമുക്ക് മാറാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടേത് ഭാഗത്തു നിന്നുള്ളൊരു മാറ്റത്തിന്റെ ശ്രമമാണ് കോട്ടക്. അതാണ് ആ രീതിയിൽ പറയാം. ഗവൺമെന്റ് മാറുമ്പോൾ മാറട്ടെ, നമുക്ക് മാറാനുള്ളത് ആരുടെയും പെർമിറ്റ് വേണ്ട, പ്രൈവറ്റ് മേഖലയിൽ മാറാൻ നമുക്ക് മാറാം. ഞങ്ങൾ 3 കാര്യം ചെയ്യാം. 3 ഘട്ടത്തിലൂടെ ലിറ്ററസി കൊടുക്കണം. ഒന്ന്, നമ്മുടെ ഒരു ട്രെയിനിങ് വെഹിക്കിള് കോട്ടക്കലെ മുഴുവൻ ആളുകളിലേക്കും പോവാണ്. ഇപ്പൊ 35 വാർഡുണ്ട്, പുതിയ വാർഡുകൾ. ഈ വാർഡുകളിൽ ഒരു സ്ഥലത്ത് പോകും. അതിൽ ഏറ്റവും വലിയ പ്രാധാന്യം ഈ ആളുകൾ നമ്മൾ ക്ഷണിക്കുന്നത് ഒന്ന് കുടുംബശ്രീക്കാരാണ്, ആശാ വർക്കർമാർ, വെരി ഗുഡ്. പിന്നെ നമ്മളെ ഈ കോളേജിലുള്ള കുട്ടികളാണ്. ഇവർ മുഴുവൻ ഈ വീടുകളിലൊക്കെ നടന്ന് ക്ഷണിച്ച് ഒരു വാർഡിൽ വലിയൊരു മാസമായിട്ട് ആളുകളെ കൂട്ടി അവിടേക്കാണ് നമ്മുടെ ഈ ട്രെയിനിങ് വെഹിക്കിൾ പോകുന്നത്. മൊബൈൽ ട്രെയിനിങ് അവിടെ വെച്ച് നമ്മൾ അപ്പോൾ പഠിപ്പിക്കാം. അപ്പൊ ChatGPT നമ്മൾ എടുത്തത്, നമ്മൾ ആഗ്രഹം എന്താന്ന് വെച്ചാൽ വാട്സപ്പിന്റെ കൂടെയുള്ള മെറ്റാ AI ചെയ്തോട്ടെ. ഞാൻ എവിടെയോ ഞാൻ പറഞ്ഞൊരു പ്രോജക്റ്റ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഇനി കോളേജുകളും സ്കൂളുകളും വീടുകളിൽ നിന്നും കോളേജിലേക്കോ സ്കൂളിലേക്കല്ല എന്ന് ഞാൻ എവിടെ ഒരു വീഡിയോ ചെയ്ത് ഓർക്കുന്നു. അതാണ് ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അഥവാ ക്യാമ്പസുകൾ വീട്ടിലേക്ക്, അധ്യാപകർ വീട്ടിലേക്ക്, വീട്ടിൽ നിന്നും വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് ഒഴുക്ക് നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. തിരിച്ചടിക്കട്ടെ. വണ്ടിയിൽ അധ്യാപകരുണ്ടാവും, അതിനുള്ള എല്ലാ സെറ്റപ്പും LED വാളൊക്കെ. അധ്യാപകർ പറഞ്ഞ പോലെ ക്യാമ്പസിലെ കുട്ടികളാണ് അധ്യാപകർ. നമ്മുടെ ഈ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കും. എന്നിട്ട് അവർ വീടാന്തരം കയറി. അതായത് 1ാമത്തെ ഘട്ടം ഇങ്ങനെ പഠിപ്പിക്കും. 2ാമത്തെ ഘട്ടം നമ്മുടെ ഫെസ്റ്റിൽ 3 ദിവസവും AI-യുടെ അഡ്വാൻസ്ഡ് സെഷൻ. അഡ്വാൻസ്ഡ് മീൻസ് ഭയങ്കര സംഭവമൊന്നും അല്ല, അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ഒരു ബിസിനസ്സുകാരൻ അറിഞ്ഞിരിക്കേണ്ടത്, കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്, പ്രായം ചെന്ന ആളുകൾ, ഇപ്പോൾ 60-70 വയസ്സായ ആളുകൾ ഈ ഫോണിൽ ഇങ്ങനെ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുക, ഈ അബദ്ധങ്ങൾ മുഴുവൻ വിശ്വസിക്കുക. അത് മാത്രമൊന്നുമില്ല, റിയൽ ഏത്, തിരിച്ചറിയാൻ ഫേക്ക് ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ കോപ്പി ഏത്, റിയൽ ഏതെന്ന് അറിയാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമുക്ക് ഒരുപാട് ചാനൽ വാർത്തകൾ വന്നു. ഒരു വലിയൊരു പാമ്പിനെ കുറേ സ്ത്രീകൾ തോളിലിട്ടത്, ഒരു പുലിക്ക് പാല് കൊടുക്കണത്, ആ അമ്മയ്ക്ക് യാതൊരു പേടിയില്ലല്ലോ. ഇതൊക്കെ ഇന്ന് ഗ്രാമങ്ങളിലെ പാവം ഗ്രാമീണർ അത് തെറ്റിദ്ധരിച്ചു പോകും. അതൊക്കെ ആർട്ടിഫിഷ്യലാ. അവസാനം അവർ എഴുതുന്നുണ്ട് ഇത് AI നിർമ്മിത വീഡിയോ കാണിട്ടോ. അത് വായിക്കാതെ ഇത് ഷെയർ ചെയ്തിട്ട് പറയടി പുലിനെ വളർത്താൻ തുടങ്ങിക്കണോ, നമുക്കും ഒരു പുലിക്കുട്ടനെ മേടിക്കണം എന്നൊക്കെ. എന്താ അതുകൊണ്ട് ഒറിജിനൽ തിരിച്ചറിയുന്നില്ല ഈ ഒരു. മെയിൻ സാധനം ഈ പ്രായം ചെന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ AI പഠിപ്പിക്കുന്നു. ഇതും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഇനി ഇതായിട്ട് ആരൊക്കെയാണോ ബന്ധമില്ലാത്ത ഈ മുഴുവൻ ആളുകളുടെ വീടുകളിലേക്ക് നമ്മളെ കുട്ടികൾ പോകും. ഡോർ ടു ഡോർ ക്യാമ്പയിനാണ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ 100% AI ലിറ്ററേറ്റ് മുനിസിപ്പാലിറ്റി ആയിട്ട് കോട്ടക്കലിനെ മാറ്റുക. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പഞ്ചായത്തുകളിലേക്ക് പോകും. അങ്ങനെ വിത്തിൻ മന്ത്സ് മലപ്പുറത്തെ 100% AI ലിറ്ററേറ്റ് ആക്കി മാറ്റാം. തീർച്ചയായും.
കൺഗ്രാജുലേഷൻ. തീർച്ചയായിട്ടും ഒപ്പുണ്ട്. ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. എവിടെ പോയാലും ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ തന്നെ ഈ പച്ച മലപ്പുറം ഭാഷയെ പറയുള്ളൂ. എവിടെ പോയാലും ഈ മലപ്പുറത്തിൻ്റെ മധുകളും മഹിമകളും തന്നെ ഞാൻ പറയില്ല. നമ്മളെ നാടിനോടുള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടും അത് സാധിച്ചിട്ടുണ്ട്. ഇത്തരം ലീഡേഴ്സ് ഇടപെട്ടത് കൊണ്ട് മലപ്പുറത്തിന് ആ അക്ഷയ സെന്റർ വിജയിപ്പിച്ച പോലെ ഇതും വിജയിപ്പിച്ചെടുക്കാൻ അക്ഷയന്റെ തുടക്കത്തിൽ നിങ്ങളായിരുന്നു അതിന്റെ ഒരു ഫസ്റ്റ് സാധനം. നമ്മൾ സാധാരണ നമ്മളൊക്കെ ഈ ഡിസ്കഷനിൽ വന്നൊരു സംഗതിയാണ് അല്ലെ, നിങ്ങളെ രണ്ടത്താണിയിലെ നിങ്ങളെ വീട്ടിലാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് ഇതിന്റെ ആദ്യത്തെ ഈ വിഷയവുമായി മുന്നോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഹംസ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. വർഷം 2000 അത് ഫസ്റ്റിൽ വരുന്നത് ഇവിടെ 98 കഴിഞ്ഞ് 2000 എത്തി. ഒരു 99 2000-ലാണ് ആദ്യത്തെ ചർച്ച നടക്കുന്നത്. ഇവിടെ 2000-ലാണ് അത് ആദ്യ ചർച്ച നടക്കുന്നത്. അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പറായിട്ട് എന്നെ അദ്ദേഹം നിയോഗിച്ചു. അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അന്നാണ് കമ്പ്യൂട്ടറിനെ കുറിച്ചും ഈ ചർച്ചയും ഇതേപോലെ നമുക്കൊരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം കൊടുക്കണം, ഒരു കമ്പ്യൂട്ടർ ജ്ഞാനം എല്ലാവർക്കും വേണം, എല്ലാവരും ഒന്ന് മൗസ് പിടിക്കട്ടെ എന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞത് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അതൊരു സംശയമൊന്നുമില്ല. ഞാനതിൻ്റെ കൂടെ നിന്ന് കൊടുത്തു എന്ന് മാത്രം. മലപ്പുറം ജില്ലയിൽ അതൊരു ചരിത്ര സംഭവം. ലോകം എത്ര രാജ്യങ്ങൾ നമ്മളെ പിന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നല്ലാണ്ട് ഒരുപാട് അവാർഡുകളും കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു പക്ഷേ ലോകത്തെ വേൾഡിലെ ആദ്യത്തെ ഒരു ഗ്രാമത്തെ AI ഇനേബിൾ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ AI സാക്ഷരത കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഇതും നമുക്ക് അതുപോലെ തന്നെ ഉള്ള ഒരു ഗോൾഡൻ അച്ചീവ്മെന്റ് ആവട്ടെ. അപ്പൊ ഏതായാലും ജൂലൈ 25, 26, 27 കോട്ടക്കലെ ഈ കോട്ടക്ക് പ്രോഗ്രാമിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഒരുപാട് അവസരങ്ങളുണ്ട്. താഴത്തെ നമ്പറിൽ വിളിച്ചോട്ടെ. നമ്പർ കൊടുക്കട്ടെ. ഓക്കെ. നമ്മുടെ ഖലീലൊരു നല്ലൊരു അധ്യാപകനാണ് കേട്ടോ, നല്ലൊരു ട്രെയിനറാണ് അദ്ദേഹം. കണ്ടോ, അത് എളിമയാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെയുണ്ട്. എക്സിബിഷനിലേക്ക് സ്റ്റോൾ വേണ്ടവർ ബന്ധപ്പെട്ട് അവിടേക്ക് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചോളൂ. ഒരു ഗൂഗിൾ ഫോം ഒക്കെ ഉണ്ടാക്കി താഴെ ഇടി. അതിൽ താല്പര്യമുള്ളവരൊക്കെ പൂരിപ്പിക്കട്ടെ. ബാക്കി വിശദവിവരം എൻ്റെ ഓരോ എപ്പിസോഡിലൂടെ, അടുത്ത പ്രോഗ്രാമിലൂടെ, എൻ്റെ ചാനലിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫേസ്ബുക്ക്, യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം 3 ചാനലിലുണ്ട്. ഏതായാലും ഒരു ഗുഡ് ന്യൂസ് കൂടി ലാസ്റ്റ്. ഈ പ്രോഗ്രാമിനെ കുറച്ചും കൂടി ഭംഗിയാക്കാനും ഇത് നെക്സ്റ്റ് ലെവലിനെ ഭംഗിയാക്കാൻ ഈ എളിയവൻ ഇത് പല ഉദ്ദേശം വെച്ച് അങ്ങ് അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിലേക്കും സാൻ ഫ്രാൻസിസ്കോക്കും യാത്ര പോവാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് നുറുങ്ങുകളും എക്സ്പീരിയൻസും തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റുമായി സഹകരിക്കാനും ഒരു ഇന്റർനാഷണൽ തോട്ട്സിലേക്ക് ഈ സബ്ജക്റ്റിനെ കൊണ്ടുവരാനും എൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും. താങ്ക് യു.